Good morning, my dear students, and we are going to the next session of business management. And നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലീഡർഷിപ്പിൻ്റെ തിയറീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. ലീഡർഷിപ്പ് തിയറീസിൽ നമ്മൾ ആദ്യത്തെ ബിഹേവിയറൽ തിയറിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിഹേവിയറൽ തിയറിയെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. എന്താണ് ബിഹേവിയറൽ തിയറിയുടെ മെയിൻ കണ്ടൻറ് എന്ന് നമ്മൾ പഠിച്ചു. ആകെ 5 തിയറീസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ തിയറിയാണ് ബിഹേവിയറൽ തിയറി എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അതിൽ ബിഹേവിയറൽ തിയറിയിൽ തന്നെ 4 ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 സ്റ്റഡീസുകളുണ്ട്. ബിഹേവിയറൽ തിയറി രൂപപ്പെട്ടു വന്നത് 4 സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 സ്റ്റഡീസ് അതിനെക്കുറിച്ച് പഠിച്ചു അല്ലേ. 4ാമത്തെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 3 നമ്മൾ പഠിച്ചത്? ബിഹേവിയറൽ തിയറിയുടെ ഭാഗമായിട്ടുള്ള 3 സ്റ്റഡീസ്. ഫസ്റ്റ് വൺ വാസ് ഒഹിയോ യൂണിവേഴ്സിറ്റി സ്റ്റഡി, സെക്കൻഡ് വൺ മിഷിഗൺ യൂണിവേഴ്സിറ്റി സ്റ്റഡി, ആൻഡ് തേർഡ് വൺ വാസ് it was a grid. It was a managerial grid developed by Blake and Moulton. Okay, Robert Blake and Jane Moulton. അപ്പോൾ അത്രയും സ്റ്റഡീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റഡിയിലേക്ക് നമുക്ക് പോവാം. ആൻഡ് ഇറ്റ് ഈസ് എ മോഡൽ ഡെവലപ്ഡ് ബൈ റെൻസിസ് ലിക്കേർട്ട്. ആരാണ് റെൻസിസ് ലിക്കേർട്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് റെൻസിസ് ലിക്കേർട്ട്? റെൻസിസ് ലിക്കേർട്ട് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ ഫേമസ് ഫോർ ദിസ് ലിക്കേർട്ട് സ്കെയിൽ. കേട്ടിട്ടുണ്ടോ? ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ക്വസ്റ്റ്യനെയറുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യനെയർ മീൻസ് എവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുക? ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുന്നത് നമ്മൾ സർവേ ഒക്കെ നടത്തുമ്പോഴാണ് അല്ലേ. സർവേ നടത്തുമ്പോൾ ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്തത് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ആ ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അത് നമ്മൾ റെസ്പോണ്ടൻസിന് കൊടുക്കുന്നു. റെസ്പോണ്ടൻസ് അതിന് ഉത്തരം നൽകുന്നു. ആ ഉത്തരത്തിലൂടെ ഉത്തരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എത്തിച്ചേരുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫൈഡ് ആണോ എന്നറിയാനായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ജോബിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ജോബ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനെയർ നിർമ്മിക്കാം. ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ സാലറി? ആർ യു ഗെറ്റിംഗ് ഇനഫ് ഫെസിലിറ്റീസ് ഇൻ യുവർ എൻവയോൺമെൻറ്റ്? ഡു യു ഹാവ് എനി റിക്രിയേഷണൽ ഫെസിലിറ്റി ഇൻ യുവർ ഓർഗനൈസേഷൻ? ഓൾ ദീസ് അങ്ങനെയുള്ള ജോബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, ജോബിൻ്റെ പെർഫോമൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, എംപ്ലോയീസിനോട് ചോദിക്കുകയാണ്. അതിന് അവർ പറയുന്ന റെസ്പോൺസുകൾ എന്താണോ, ഒരാളായിരിക്കില്ല റെസ്പോൺസ് പറയുന്നത്. അവിടെ എത്ര എംപ്ലോയീസ് ഉണ്ടോ ആ എംപ്ലോയീസ് മുഴുവനും അതിന് റെസ്പോൺസ് കൊടുക്കും. അതിലെല്ലാവരുടെയിൽ നിന്നും കയ്യിൽ നിന്ന റെസ്പോൺസുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിന് വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യനെയർ. ഇനി ആ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 2-3 രീതികളിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യും. അതിലൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കൊടുക്കും അല്ലേ. ആർ യു സാറ്റിസ്ഫൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 ഉത്തരവേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം അല്ലേ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് പുറമേ നമ്മൾ ചിലപ്പോൾ കൂടുതൽ റെസ്പോൺസുകൾ ഇട്ടുകൊണ്ട്, ചിലപ്പോൾ ഒരു 5 സ്കെയിൽ അല്ലെങ്കിൽ 7 സ്കെയിൽ റെസ്പോൺസുകൾ ഇട്ടുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ രൂപം അപ്പം ഒന്ന് മാറ്റും. അത് ഹൗ മച്ച് യു ആർ സാറ്റിസ്ഫൈഡ് ഇൻ യുവർ സാലറി? ഹൗ മച്ച് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റെസ്പോൺസുകളായിട്ട് നമുക്ക് ടു സം എക്സ്റ്റെൻറ്റ്, ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ്, ഓർ നോട്ട് സാറ്റിസ്ഫൈഡ് അല്ലേ, ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, റെസ്പോൺസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി യെസ് ഓർ നോയേക്കാളും കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസാണ് ഇങ്ങനെ കൂടുതൽ റെസ്പോൺസുകൾ ഇട്ടുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല,
റെൻസസ് ലിക്കേർട്ട് ആരാണ് എന്തിനാണ് ഫേമസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ 5 point സ്കെയിൽ. 5 point സ്കെയിലാണ്. ആരുണ്ടാക്കിയിട്ടുള്ളത് ഈ 5 point സ്കെയിൽ? നമ്മുടെ റെൻസസ് ലിക്കേർട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിനൊരു സ്കോറുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനല്ല, റെസ്പോൺസിന് സ്കോറുണ്ട്. ആൻഡ് ഇറ്റ് വിൽ വേരി ഫ്രം +1 to -1. +1 തൊട്ട് -1 വരെ മാർക്ക് കിട്ടാവുന്ന, സ്കോർ കിട്ടാവുന്ന രീതിയിലാണ് അതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും പല സർവേകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ലിക്കേർട്ട് സ്കെയിലിന് ഫേമസ് ആയിട്ടുള്ള ആളാണ്. അതിന് പുറമെയാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് 4 levels ഓഫ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ 4 level മോഡൽ എന്നാണ് അതിനെന്ത് ചെയ്യുന്നത്, പറയുന്നത്. റെൻസസ് ലിക്കേർട്ട് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. 4 ലെവലുകളുണ്ട്, അല്ലെങ്കിൽ 4 സ്റ്റേജുകളുണ്ട് എന്തിന്, നമ്മുടെ ലീഡർഷിപ്പിന്. അതേതൊക്കെയാണ് എന്നുള്ളത് റെൻസസ് ലിക്കേർട്ട് പറയുന്നു. അതിൻ്റെ പേരുകൾ വളരെ അത്യാവശ്യം അത് പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊക്കെയാണ് ആ സ്റ്റൈലുകൾ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. അത് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, എന്തോ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. എക്സ്പ്ലോയിറ്റേഷനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതുപോലെ അതോറിറ്റി നമുക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ് അല്ലേ. സോ exploitative authoritative is the first thing, or is the first level. ഇനി രണ്ടാമത്തേന് കുറച്ചും കൂടി ഒരു അഴവ് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അതിനൊരു നന്മയുടെ അംശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് benevolent authoritative. benevolent authoritative. എന്താണ് benevolent authoritative? അവിടെ അതോറിറ്റി എന്നുള്ള വാക്കിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അറ്റ് ദ സെയിം ടൈം എക്സ്പ്ലോയിറ്റേറ്റീവ് എന്നുള്ള വാക്കിനെ ഒന്ന് മാറ്റിയിട്ട് ബെനവലൻ്റ് എന്നുള്ള വാക്ക്, അത് കുറച്ചും കൂടി നല്ലൊരു കാര്യമാണ്. ബെനവലൻ്റ് ആവുക, ബെനവലൻസ് കാണിക്കുക, കുറച്ചും കൂടി കൈൻഡ്നെസ് കാണിക്കുക. ആരോടാണ് ഇതൊക്കെ കാണിക്കുന്നത്? ലീഡർ സബോർഡിനേറ്റിനോട് അല്ലേ. അപ്പോൾ ആ ഒരു ബെനവലൻസ് എന്നുള്ള ഒരു സ്കോപ്പ് എവിടെയുണ്ട്? രണ്ടാമത്തെ സ്റ്റൈലുണ്ട്. ഓക്കെ, നല്ല കാര്യം. ഇനി മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് എന്താ? അതിൻ്റെ പേരെന്താ? ദാറ്റ് ഈസ് കൺസൾട്ടേറ്റീവ്. കൺസൾട്ടേറ്റീവ് എന്ന് വെച്ചാൽ കൺസൾട്ടേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. കൺസൾട്ടേഷൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് നമ്മൾ ആരെക്കുറിച്ച് പറയുമ്പോഴാണ്? ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ വി വിൽ ടേക്ക് ദ അഡ്വൈസ് ഓഫ് ഡോക്ടേഴ്സ് അല്ലേ. ആ ഒരു പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങി നമ്മൾ അതിനനുസരിച്ച് മരുന്ന് വാങ്ങിക്കുന്നു, കഴിക്കുന്നു. സോ അവിടെ കൺസൾട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ലൈക്ക് വൈസ് ഹിയർ കൺസൾട്ടേഷൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ റെഫറൻസ് ടു ദ എംപ്ലോയീസ്, ആൻഡ് the employers or the managers will take the necessary instruction from the employees also. Okay, but it is not that much free. അത്രയും ഫ്രീ അല്ല, എങ്കിലും കൺസൾട്ട് ചെയ്യും. അവരുടെ ഡിസിഷൻ തന്നെയായിരിക്കണം നമ്മൾ എടുക്കണം എന്നുള്ളത്, അത് വേറെ കാര്യം. നമ്മൾ നമ്മുടെ ഡിസിഷൻ തന്നെയായിരിക്കും എടുക്കുക, അതിന് അവിടെ പ്രസക്തിയില്ല. പക്ഷെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു നന്മ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പോട്ടെ. ഇനി ലാസ്റ്റ് വണ്ണിൻ്റെ പേരെന്താ? ലാസ്റ്റ് ലെവലിൻ്റെ പേരെന്താ? ഇറ്റ് ഈസ് നോൺ ആസ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. പാർട്ടിസിപ്പേറ്റീവ്. ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏറ്റവും റെൻസസ് ലിക്കേർട്ട് പറയുന്നു ഒരു ലീഡർ ഏത് സ്റ്റൈലിലുള്ള ആളായിരിക്കണം? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലായിരിക്കണം. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ? പാർട്ടിസിപ്പേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ. പങ്കെടുക്കൽ. ആരാണ് എന്തിലാണ് പങ്കെടുക്കുന്നത് ഇവിടെ? The employees will participate in the decision making process. അത് കുറച്ച് എന്താ പറയുക, മാക്സിമം സ്റ്റേജാണ് അല്ലേ. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ആരും കൂടി പങ്കെടുക്കുക, എംപ്ലോയീസും കൂടി പങ്കെടുത്തുകൊണ്ട്
പ്രവർത്തനങ്ങളെ മുന്നോട്ട് നീക്കുക. ആ ഒരു രീതിയാണ് ഏത് സ്റ്റൈൽ എന്ന് പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അതോറിറ്റിയുടെ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് മുതൽ ആ ഒരു ലോവർ എക്സ്റ്റെൻറ്റ് വരെയുള്ള ഒരു വേരിയേഷനാണ് നമുക്ക് ഈ 4 ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ എന്ത് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതോറിറ്റി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ കർശന നിലപാടുകൾ എടുക്കുന്ന, ഒരു വിധത്തിലും എംപ്ലോയീസിനെ ട്രസ്റ്റ് ചെയ്യാത്ത, കോൺഫിഡൻസ് തെല്ലുപോലും ഇല്ലാത്ത, അല്ലേ, ഒരു കാര്യങ്ങളും എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യാത്ത, ഓൺലി അവർക്ക് ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻസും മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുക? ആദ്യത്തെ സ്റ്റൈലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എക്സ്പ്ലോയിറ്റിംഗ് ആൻഡ് ഗിവിങ് ദം ഓൺലി അതോറിറ്റേറ്റീവ് കൺസേൺസ് ആൻഡ് അതോറിറ്റേറ്റീവ് commands and instructions. Likert says that it is not at all a good method of leadership. ആവുന്നതും ഈ ഒരു മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ടുവരാൻ പാടില്ല. ആ മെത്തേഡ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ്സ് എ പെക്യുലിയാരിറ്റി ഓഫ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. അതേസമയം കുറച്ചും കൂടി അതിന് അഴവ് വരുന്നുണ്ട് എവിടെ? ബെനവലൻറ്റ് അതോറിറ്റേറ്റീവ്. ആൻഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് അതോറിറ്റി ദ leaders will have confidence in the subordinates to a little extent, but at the same time they will not give them power to take decisions, or their suggestions and recommendations will not be taken or will not be considered by the manager. So that's a peculiarity of benevolent authoritative style. At the same time, to some extent the employees suggestions or employees recommendations will be considered or will be heard. Okay, that is benevolence and benevolence authoritative. And next one is we have seen consultative. Consultation will be done. കുറച്ചും കൂടി അവരെ കോൺഫിഡൻസിൽ എടുക്കുന്നുണ്ട്. കൺസൾട്ടേറ്റീവിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു പവർ അവർക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? വിട്ടുകൊടുക്കുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് കൺസൾട്ടേറ്റീവ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റീവ്. പാർട്ടിസിപ്പേറ്റീവ് ആണ് ഇതിൽ ഏറ്റവും നല്ലത് എന്ന് ആര് പറയുന്നു? റെൻസിസ് ലിക്കേർട്ട് പറയുന്നു. ഒരു നല്ലൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയുകയും എംപ്ലോയീസ് ഇങ്ങോട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നൊരു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് എപ്പോഴും നല്ലത് എന്ന് ആര് പറയുന്നു? നമ്മുടെ റെൻസിസ് ലിക്കേർട്ട് പറയുന്നു. ഈ ഒരു 4 സ്റ്റൈൽസ് റെൻസിസ് ലിക്കേർട്ട് കൊണ്ടുവന്നത് 8 ഡയമെൻഷനുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റഡീസിലൊക്കെ 2 ഡയമെൻഷനുകളാണ് കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? അതേസമയം ഇവിടെ റെൻസിസ് ലിക്കേർട്ട് 8 പ്രധാനപ്പെട്ട ഡയമെൻഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 സ്റ്റൈലുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്തത്? പറഞ്ഞു വെച്ചത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് ഇറ്റ് സെൽഫ്, സെക്കൻഡ് വൺ മോട്ടിവേഷൻ, തേർഡ് വൺ കമ്മ്യൂണിക്കേഷൻ, ഫോർത്ത് വൺ ഇൻ്ററാക്ഷൻ, ഫിഫ്ത്ത് വൺ ഡിസിഷൻ മേക്കിംഗ്, സിക്സ്ത് വൺ ഗോൾ സെറ്റിംഗ്, സെവൻത്ത് വൺ കൺട്രോൾ, ആൻഡ് എയ്ത്ത് വൺ ഈസ് ഗോൾ പ്രിഫറൻസസ്. Okay, these are the dimensions, these are the 8 dimensions upon which these 4 styles have been developed. And participative or system 4, these 4 styles, exploitative authoritative is known as system 1, benevolent authoritative is known as system 2, next consultative is known as system 3, and last one participative style is known as system 4. And here Rensis Likert says that participative or system 4 management, according to Likert, is the most acceptable leadership style because it improves the quality of decision, increases its acceptability, improves the communication, leads to willing acceptance of average goals, and makes full use of wide range of motivations, not merely for financial but also for status, achievement, challenge. ഓക്കെ, കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ അത് ഏതിനൊക്കെ ഉപകരിക്കും,
എന്തിനൊക്കെയാണ് അത് സഹായകമാകുന്നത് എന്നുള്ളത് ലിക്കേർട്ട് പറഞ്ഞു വെക്കുന്നു. എന്തിനൊക്കെയാണ്? ഫോർ ക്വാളിറ്റി ഓഫ് എ ഡിസിഷൻ്റെ ക്വാളിറ്റി ആൻഡ് ഇൻക്രീസസ് ഇറ്റ്സ് ആക്സെപ്റ്റബിലിറ്റി. അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി, വൺസ് വി ഹാവ് ടേക്കൺ ദ ഡിസിഷൻ it will be accepted by almost all employees inside the organization because that decision is taken by them. അല്ല, ഒരു ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കുന്ന ഡിസിഷൻ ആണെങ്കിൽ ആ ഡിസിഷന് നമ്മൾ അതേപടി നമ്മൾ എന്ത് ചെയ്യും. അതേസമയം വേറെ ആരെങ്കിലും ഡിസിഷൻ എടുത്ത് നമ്മളിൽ അത് അടിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ആ ഒരു ഇൻക്രീസ്ഡ് ആക്സെപ്റ്റബിലിറ്റി അവിടെ കൂടുതലാകുന്നു. improves the communication is improved, അല്ലേ? communication, two-way communication from managers to the subordinates and from subordinates to the managers. ആ ഒരു two-way communication can be improved, leading to wider acceptance and willing acceptance of average goals. willingly അവരെന്ത് ചെയ്തോളും? അക്സെപ്റ്റ് ചെയ്തോളും. അവരെന്ന് പറയുമ്പോൾ ആരാ? എംപ്ലോയീസ്, അല്ല? ആവറേജ് ഗോൾസ് ആണെങ്കിൽ, ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഗോളുകളാണെങ്കിൽ അവരത് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. അതിന് യാതൊരു സംശയവും ഇല്ല. അതേസമയം ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആക്സെപ്റ്റൻസിന് ചിലപ്പോൾ ഒരു കുറവ് സംഭവിച്ചു എന്ന് വരാം. ആൻഡ് മേക്സ് ഫുൾ യൂസ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് മോട്ടിവേഷൻസ്. ആ മോട്ടിവേഷൻ്റെ ടെക്നിക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് ഏത് സ്റ്റൈലിലാണ്? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിലാണ്. ആൻഡ് നോട്ട് മിയർലി ഫിനാൻഷ്യൽ മോട്ടിവേഷൻ മാത്രമല്ല, ബേസ്ഡ് ഓൺ സ്റ്റാറ്റസ്, അച്ചീവ്മെൻറ്റ്, ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടും അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടും സ്റ്റാറ്റസിനെ ബേസ് ചെയ്യുന്ന, സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടും നമുക്ക് അവർക്ക് ആ ഒരു മോട്ടിവേഷൻ പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിനെ ലിക്കേർട്ട് കൂടുതലായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് യു ഷുഡ് ടേക്ക് പേജ് നമ്പർ 149. പേജ് നമ്പർ 149 there is a table showing ലിക്കേർട്ട്സ് സിസ്റ്റംസ് ഓഫ് ലീഡർഷിപ്പ്. ലിക്കേർട്ടിൻ്റെ ലീഡർഷിപ്പ് സിസ്റ്റംസ് കാണിക്കുന്ന, അതിനെ ഒന്നും കൂടി വിശദമാക്കുന്ന ഒരു ചെറിയൊരു ടേബിള് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ മുകൾ വശത്തായി 4 സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പും അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 ബേസിസുകളും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു ടേബിൾ കാണാനായിട്ട് സാധിക്കും. ആ ടേബിളിൽ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ മുകൾ ഭാഗത്ത് അപ്പർ സൈഡിൽ 4 സ്റ്റൈലുകളെ കുറിച്ചിട്ട് അവിടെ എഴുതിയത്. ഈ 4 സ്റ്റൈലുകളും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് 3 ബേസിസുകളെ ആധാരമാക്കി അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 ബേസിസുകളെന്ന് അവിടെ പറയുന്നു. അതിൽ ഒന്നാമത്തെ ബേസിസ് എക്സ്റ്റെൻഡ് ടു വിച്ച് സുപ്പീരിയേഴ്സ് ഹാവ് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഇൻ സബോർഡിനേറ്റ്സ്. അതാണ് ഒന്നാമത്തെ ബേസ്. എക്സ്റ്റെൻഡ് ടു വിച്ച് ദ സുപ്പീരിയേഴ്സ് ഹാവ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദെയർ ഓൺ സബോർഡിനേറ്റ്സ്. എത്രത്തോളം ട്രസ്റ്റ്, എത്രത്തോളം കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ബേസ്. എങ്ങനെയായിരിക്കും? ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഏത് സ്റ്റൈലിലായിരിക്കും? അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ കിടക്കുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ, അല്ലേ? നമ്മുടെ സബോർഡിനേറ്റ്സിൽ ട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ, കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ, അപ്പോഴാണ് നമ്മൾ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അല്ലാതെ ഒരു ട്രസ്റ്റും ഇല്ലാതെ, ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരെടുത്ത് ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾക്ക് പേടിയുണ്ടാവും. കാരണം എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ട് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഓർഗനൈസേഷൻ ഫെയിലിയറിലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടാവില്ല, അല്ലേ? സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബേസ്. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ട്രസ്റ്റും കോൺഫിഡൻസും. പക്ഷേ ഏറ്റവും കുറവ് എവിടെയായിരിക്കും? കുറവ് നമുക്കറിയാം ആദ്യത്തെ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. അതായത് ആദ്യത്തെ സ്റ്റൈല് നമ്മുടെ എക്സ്പ്ലോയിറ്റേറ്റീവ്, അതോറിറ്റേറ്റീവ്. സംശയം. ഇനി രണ്ടാമത്തെ ബേസ്. ഇനി അതിൻ്റെ ഇടയിൽ കിടക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ചെറിയ വേരിയേഷൻ. ഏറ്റവും അതിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നതോടെ, അതായത് ഒന്നാമത്തെ സ്റ്റൈലിൽ നിന്ന് നാലാമത്തെ സ്റ്റൈലിൽ പോകുന്നതോട് കൂടിയിട്ടാണ് എല്ലാം കൂടി എന്ത് ചെയ്യുന്നത്? വരുന്നത്.
ഇനി രണ്ടാമത്തെ ബേസ്, എക്സ്റ്റെൻഡ് ടു വിച്ച് സുപ്പീരിയേഴ്സ് ബിഹേവ് സോ ദാറ്റ് സബോർഡിനേറ്റ്സ് ഫീൽ ഫ്രീ ടു ഡിസ്കസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് അബൌട്ട് ദെയർ ജോബ്സ്. അതായത് എത്രത്തോളം നന്നായി സുപ്പീരിയേഴ്സ് ബിഹേവ് ചെയ്യുന്നുണ്ട് ആരോട്? എംപ്ലോയീസിനോട്. അത് കാരണം എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം they are feeling free to discuss their own matters, their own job related matters with their superiors. അത്രത്തോളം ഫ്രീ ആണ്. അത് ആ ഫ്രീഡം എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ അല്ലേ? എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് തുറന്നു പറയാം, എപ്പോൾ വേണമെങ്കിലും അത് തുറന്നു പറയാം അല്ലേ? അങ്ങനെയുള്ളൊരു മനോഭാവം എവിടെയായിരിക്കും? അതേസമയം എക്സ്പ്ലോയിറ്റേറ്റീവിലാണെങ്കിലോ അതൊട്ടും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവുമോ? തീരെ ഉണ്ടാവില്ല. കാരണം എംപ്ലോയീസിന് തോന്നിയ സമയത്ത് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചിലപ്പോൾ സുപ്പീരിയറിന് ദേഷ്യം വരാം അല്ലേ? അയാൾ പെട്ടെന്ന് അത് എന്താ പറയുക, അറഗൻ്റായിട്ട് മാറിയെന്ന് വരും. അപ്പോൾ എംപ്ലോയീസിന് ഇഷ്ടമുണ്ടാവില്ല. സോ അതാണ് രണ്ടാമത്തെ ബേസ്, എത്രത്തോളം ഫ്രീഡം എംപ്ലോയീസിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റ്റെൻഡ് ടു വിച്ച് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ generally tries to get subordinates ideas and opinions and make constructive use of them. Immediate superiors subordinatesന്റെ അടുത്ത് നിന്ന് എത്രത്തോളം സജഷൻസും റെക്കമെൻഡേഷൻസും കളക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അത് ഡിസിഷൻ മേക്കിങ്ങിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കുറവ് എവിടെയായിരിക്കും? എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിലായിരിക്കും. ബിക്കോസ് ഹിയർ ദ മാനേജർ ടേക്സ് ദ ഡിസിഷൻ ആൻഡ് അതേഴ്സ് വിൽ എക്സിക്യൂട്ട് ദോസ് ഡിസിഷൻ. അത്രേ നടക്കുള്ളൂ, വേറെ തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സിന് ആരെയാണ് ഈ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൻഡ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ +2 classes. This is an important principle of scalar chain, and this principle was propagated by Henry Fayol അല്ലേ? സ്കേലാർ ചെയിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? എന്താ സ്കേലാർ ചെയിൻ? സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ചെയിൻ ഓഫ് കമാൻഡ് ആൻഡ് ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ inside the organization, and it determines the formal communication. The path of formal communication is determined. It's an invisible chain of communication, that is scalar chain അല്ലേ? അപ്പോൾ അവിടെ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾക്ക് ഏറ്റവും താഴെ ഇരിക്കുന്ന ആളായിട്ടുള്ളൊരു ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതിന് പകരം താഴെയുള്ള ആളുടെ തൊട്ടു മുകളിൽ ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ഉണ്ടായിരിക്കാം. അവർക്ക് തൊട്ട് മുകളിൽ വേറെ വ്യക്തികളുണ്ടായിരിക്കും. അങ്ങനെയാണ് ആ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്? പോകുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സാണ് സബോർഡിനേറ്റ്സിനോട് എന്ത് ചെയ്യുന്നത്? കണക്റ്റ് ആവുന്നത്. അവരാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, സജഷൻസ് കളക്ട് ചെയ്യുന്നത്, റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ അതിനെത്രത്തോളം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എത്രത്തോളം കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അതാണ് നമ്മൾ മൂന്നാമത്തെ ബേസായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എവിടെ തന്നെയായിരിക്കും? ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യപ്പെടുന്നത് പാർട്ടിസിപ്പേറ്റീവിൽ തന്നെ ആയിരിക്കും അല്ലേ? ഏറ്റവും കുറവ് എവിടെയായിരിക്കും? അതോറിറ്റേറ്റീവ് ഓർ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിലായിരിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വേരിയേഷൻ, ആ 3 ബേസിസുകൾ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 3 ബേസിസുകൾ പഠിക്കുക. പലപ്പോഴും റെൻസിസ് ലിക്കേർഡിൻ്റെ 4 ലെവൽ ഓർ 4 സിസ്റ്റം മോഡൽ വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ബേസിസുകൾ, ബാക്കി അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ 3 ബേസിസുകൾ പഠിക്കണം, 8 ഫാക്ടേഴ്സ് പഠിക്കണം അല്ലേ? 4, അതിനേക്കാളുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 4 സിസ്റ്റംസ് ഓഫ് ലീഡർഷിപ്പാണ്. ഓക്കെ. അപ്പോൾ എന്താണ് റെൻസിസ് ലിക്കേർട്ടിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈലുകളെന്നും അതിൻ്റെ ഫാക്ടേഴ്സെന്നും ബേസിസുകളെന്നും പഠിച്ചു വയ്ക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ 4 തിയറീസും അല്ലെങ്കിൽ 4 സ്റ്റഡീസും അണ്ടർ ബിഹേവിയറൽ തിയറി അല്ല, ബിഹേവിയറൽ തിയറിയുടെ 4 സ്റ്റഡീസാണ് നമ്മൾ ഇപ്പോൾ കണ്ടു തീർന്നത്. ഒഹിയോ യൂണിവേഴ്സിറ്റി സ്റ്റഡി, മിച്ചിഗൺ യൂണിവേഴ്സിറ്റി സ്റ്റഡി, അറ്റ് ദി സെയിം ടൈം the managerial grid formula, and lastly we have studied Rensis Likkert's 4 system model or 4 styles of leadership. Okay,
അപ്പോൾ ഇത്രയാണ് ബിഹേവിയറൽ തിയറിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് തിയറിയിലേക്ക് പോവാം. ഏതാണ് നെക്സ്റ്റ് തിയറി? നെക്സ്റ്റ് തിയറി ഈസ് നോൺ ആസ് ട്രേറ്റ് തിയറി, അല്ലേ? ട്രേറ്റ് തിയറി. ആൻഡ് വാട്ട് ഈസ് ട്രേറ്റ്? വാട്ട് ഈസ് ട്രേറ്റ്? ട്രേറ്റ് എന്നുള്ള വാക്കിൻ്റെ നിർവചനം എന്താണ്, എങ്ങനെയാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ട്രേറ്റ് മീൻസ് ദ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ. ഡിസ്റ്റിങ്വിഷിംഗ്, ആ ഒരു വാക്കാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. ഡിസ്റ്റിങ്വിഷിംഗ്, ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തർത്ഥം? വ്യത്യസ്തമാക്കുക, അല്ലേ? അതായത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരാളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ലീഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്ന ക്യാരക്ടേഴ്സ്, അല്ലേ? ആ ക്യാരക്ടേഴ്സിനെയാണ് നമ്മളിവിടെ എന്തെന്ന് വിളിക്കുന്നത്? ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ക്യാൻ ഈസിലി ഡയഗ്നൈസ് ദ ലീഡേഴ്സ് ഫ്രം അതേഴ്സ് because they will have certain important traits that makes them good leaders. Okay, so that's the peculiarity, or that is the essence of this trait theory. Trait theory ide essence adana. And in your textbook, page number 150, page number 150 ൽ അവിടെ തേർഡ് പാരഗ്രാഫിൽ അതിൻ്റെ എസെൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ട്രേറ്റ് തിയറിയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ട്രേറ്റ് തിയറീസ് assume that people inherit certain qualities and traits that make them better suited to leadership. ഏറ്റവും സ്യൂട്ടബിൾ ആക്കുന്ന ചില ആൾക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതവരെ ഏറ്റവും അനുയോജ്യരാക്കുന്നു. എന്തിലേക്ക് അനുയോജ്യരാക്കുന്നു? ലീഡർഷിപ്പിലേക്ക് അനുയോജ്യരാക്കുന്നു. ആൻഡ് ട്രേറ്റ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് differentiated leaders from non-leaders. Trait theory ലീഡേഴ്സിനെ നോൺ ലീഡേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ആൻഡ് ദേ ഫോക്കസസ് ഓൺ പേഴ്സണൽ ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ, traits like extroversion, not extrovertism, extroversion. And what do you mean by extroversion? Extrovert and introvert, you know. Extrovert means open-mindedness and showing a positive attitude to all matters, to all events and to all persons. And that is extrovert, അല്ലേ? ഏറ്റവും ലീഡിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, എപ്പോഴും എനർജറ്റിക് ആയിട്ട് നിൽക്കുക, അതിന് വിളിക്കുന്ന പേരാണ് എക്സ്ട്രോവേർട്ട്. ആൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്ട് മീൻസ് എപ്പോഴും ഷൈ ആയിട്ടിരിക്കുക, പുറത്ത് ആരോടും മിങ്കിൾ ചെയ്യാതിരിക്കുക, ആരോടും കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. സോ ആ ഒരു എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഇസ് അനദർ എക്സാമ്പിൾ. ആൻഡ് കറേജ് ആർ ഓൾ ട്രേറ്റ്സ് ദാറ്റ് കുഡ് പൊട്ടൻഷ്യലി ബി ലിങ്ക്ഡ് ടു great leaders. And as one of the earliest forms of leadership study, trait theory searched for any personality, social, physical and intellectual factors that could describe leaders and differentiate them from non-leaders. And there are so many social, likewise physical and intellectual characters of leaders that differentiate them from others or other non-leaders. So this is the content. Just ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതാണ് ട്രേറ്റ് തിയറിയുടെ എന്തെന്ന് പറയുന്നത്, കണ്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് here in this trait theory there are some important characteristics. Some means there are 6 important characteristics that we can see in these 6 characters. Are first one is physiological character, physiological, not psychological, physiological character. Second one is demographic character. Third one is personality related characters. Fourth one is intellective character. Fifth one is task related characters, and sixth one is social characteristic. And these are the 6 important characteristics that we can see in great leaders. And the first of them is physiological character. Physiology or physiological character
വാട്ട് ആൾ ഫിസിയോളജിക്കൽ മാറ്റേഴ്സ് കൺസേൺ ദി ഗുഡ് ലീഡേഴ്സ് അല്ലേ? ഫിസിയോളജിക്കലി എന്താണ് നമ്മളിപ്പോൾ ഒരു നല്ലൊരു ലീഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലേ? അതായത് നല്ല ഹൈറ്റ്, നല്ല വെയ്റ്റ്, നല്ല പേഴ്സണാലിറ്റി, കാണാനായിട്ട് നല്ല ഒരു ഫെയർ ആയിട്ടുള്ളൊരു ആൾ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? പലർക്കും ആ ഒരു അയാൾ പറയുന്നത് അനുസരിക്കാനായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിസിയോളജിക്കലായിട്ടുള്ളൊരു അപ്പിയറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? അല്ലാത്തവർക്ക് നല്ല ലീഡേഴ്സ് ആവാൻ സാധിക്കില്ല എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചില ക്യാരക്ടേഴ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ ക്യാരക്ടർ. ഫിസിയോളജിക്കൽ ക്യാരക്ടറിൽ മെയിനായിട്ട് വരുന്നത് അപ്പിയറൻസ്, ഹൈറ്റ്, വെയ്റ്റ് എക്സെട്ര. അപ്പിയറൻസ് ആയിരിക്കാം, ഹൈറ്റ് ആയിരിക്കാം, വെയ്റ്റ് ആയിരിക്കും, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്. ഡെമോഗ്രഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. What do you mean by demography? What is the meaning of the word demography? എന്താണ് അതിൻ്റെ മീനിങ്? ഡെമോഗ്രഫിയുടെ മീനിങ് എന്താണ്? ഡെമോഗ്രഫി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസിനെ സൂചിപ്പിക്കുന്ന ഒരു, ശരിക്കും ഡെമോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡീറ്റെയിൽസ് റിഗാർഡിങ് സ്റ്റഡി റിഗാർഡിങ് ദ പോപ്പുലേഷൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ചില സവിശേഷതകൾ, ആ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന, പ്രത്യേകിച്ചും അയാളുടെ എഡ്യൂക്കേഷൻ, അയാൾ ഏത് ജെൻഡറിൽ പെട്ടതാണ് അല്ലേ, അയാളുടെ ഏജ്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? ഇപ്പോൾ കുറച്ചും കൂടി ലീഡർഷിപ്പ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ആ ഒരു എന്താ പറയുക, ആ ഒരു എഡ്യൂക്കേഷൻ ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെയാണ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അവിടെ മൂന്നാമതായിട്ട് പറയുന്നത് പേഴ്സണാലിറ്റിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ചില അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പെർസെപ്ഷൻ, അതുപോലെ തന്നെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ആസ് വെൽ ആസ് കോൺഫിഡൻസ് ഇൻ അതേഴ്സ്, അഗ്രസീവ്നെസ്, കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു ഉത്സാഹം, ഇതൊക്കെ തീർച്ചയായിട്ടും എന്തിനെ സഹായിക്കും. ഇതുപോലുള്ള ചില പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻ്റലക്റ്റീവായിട്ടുള്ള മാറ്റേഴ്സ്, പ്രത്യേകിച്ചും ഇൻ്റലിജൻസ്, ഡിസിസീവ്നെസ്, ജഡ്ജ്മെൻറ്റ്, നോളജ് അല്ലേ? ഇൻ്റലിജൻസ്, എന്താ പറയുക, ബുദ്ധിശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നോളജുകൾ അപ്ഡേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ ഇൻ്റലക്ച്വൽ പവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിസിസീവ്നെസ് പവർ, ആ ഒരു വേർതിരിച്ച് മനസ്സിലാക്കാനും ഡിസിഷൻസ് എടുക്കാനുള്ളൊരു പവർ, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിനുള്ള പവർ. ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ജഡ്ജ് ചെയ്യണം, എങ്ങനെയാണ് നമുക്ക് അതിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുക, ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിന് എങ്ങനെ ജഡ്ജ് ചെയ്യുക, അതിനൊക്കെ തീർച്ചയായിട്ടും വളരെയധികം ഇൻ്റലക്ച്വൽ പവർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്താണോ ചെയ്യുന്ന മെയിനായിട്ടുള്ള കോറായിട്ടുള്ള കാര്യം, ആ കാര്യം നേടിയെടുക്കാനായിട്ടുള്ള അവരുടെ ഒരു ഉത്സാഹം, അത് ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്നത് അച്ചീവ്മെൻറ്റ് ഡ്രൈവ്, അച്ചീവ്മെൻറ്റിനോടുള്ള ആഗ്രഹം, ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ആഗ്രഹം, പേഴ്സിസ്റ്റൻസ് അല്ലേ? പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് ഭയങ്കര ഒരു കാര്യമാണ് അല്ലേ? സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സാഹം. പലപ്പോഴും നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ആരംഭശൂരത്വം മാത്രം പോരാ അല്ലേ, ആ ഒരു എല്ലാ സമയത്തും ഇത് കാണിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ ചിലപ്പോഴെങ്കിലും. അതാണ് ഈ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആരംഭത്തിലുള്ള ആ ഒരു ഉത്സാഹം മാത്രം പോരാ, അതിന് പകരം സ്ഥായി ആയിട്ടുള്ളൊരു എന്താ പറയുക, നിലനിൽപ്പ്. ഇപ്പോൾ തുടക്കത്തിലും ഉള്ള ഒരു ശുഷ്കാന്തി മാത്രം പോരാ എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി അടുത്തത് പറയുന്നത്. സോഷ്യൽ ക്യാരക്ടർ, സൊസൈറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു സൊസൈറ്റിയിലുള്ള നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സോഷ്യൽ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊക്കെയുള്ള സോഷ്യബിലിറ്റി, കമ്പാരിറ്റീവ്നെസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് ഒരു ലീഡർക്ക് വേണ്ട ചില ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു 6 ക്യാരക്ടേഴ്സിൻ്റെ
ബേസിസിലാണ് ലീഡേഴ്സിനെയും നോൺ ലീഡേഴ്സിനെയും അല്ലെങ്കിൽ സക്സസ്ഫുൾ ലീഡേഴ്സിനെയും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കോറായിട്ടുള്ള ട്രെയ്റ്റ്സ് ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള, ഇപ്പം നമ്മൾ കുറേ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ പഠിച്ചു, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെയ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അതിൽ നേരത്തെ കണ്ട ക്യാരക്ടറിസ്റ്റിക്സിൽ കണ്ട ചില ഭാഗങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് നമ്മളിവിടെ പിൻ പോയിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് അച്ചീവ്മെൻറ്റ് ഡ്രൈവ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ക്യാരക്ടേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവാണ് എന്തെന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ് ഡ്രൈവ്. അതായത് നമ്മുടെ ടാസ്ക് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ത്വര, അല്ലെങ്കിൽ അതിനുള്ളൊരു ആഗ്രഹം, അല്ലേ? ഇതൊക്കെയാണ് അച്ചീവ്മെൻറ്റ് ഡ്രൈവ്. ഹൈ ലെവൽ ഓഫ് എഫേർട്ട്, ഹൈ ലെവൽ ഓഫ് എംബിഷൻ, എനർജി ആൻഡ് ഇനീഷ്യേറ്റീവ്. ഹൈ ലെവൽ എനർജി, എന്ത് ചെയ്യാനും എപ്പോൾ ചെയ്യാനും ഭയങ്കര എനർജിയോട് കൂടിയിട്ട് ചെയ്യുന്ന ആൾക്കാർ, അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആൾക്കാർ. അവർക്ക് മടിയില്ല, അവർക്ക് തളർച്ചയില്ല, ക്ഷീണമില്ല, അവരെന്ത് ചെയ്യും. സോ അതിനെയാണ് അച്ചീവ്മെൻറ്റ് ഡ്രൈവ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് ഫോർ എ ലീഡർ. സെക്കൻഡ് വൺ ഈസ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, അതായത് ലീഡർഷിപ്പിനോടുള്ള ഒരു ആഗ്രഹം, അല്ലേ? ലീഡറായിട്ട് പ്രവർത്തിക്കണമെന്നും മറ്റുള്ളവരെന്നെ അനുസരിക്കണമെന്നും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണമെന്നും ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണമെന്നും അതിനോടുള്ളൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രെയ്റ്റാണ്. ലീഡേഴ്സിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്, ട്രെയ്റ്റാണ്. ആൻ ഇൻറ്റൻസ് ഡിസയർ ടു ലീഡ് അതേഴ്സ് ടു റീച്ച് ഷെയർഡ് ഗോൾസ്. മറ്റുള്ളവരെ ലീഡ് ചെയ്യാനായിട്ടുള്ള അത് പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്, അല്ലേ? പേഴ്സണാലിറ്റി എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി കിട്ടണമെന്നില്ല. പറഞ്ഞില്ലേ, ചിലർക്കെങ്കിലും മെജോറിറ്റി ഓഫ് ദ പേഴ്സൺസ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തണലിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്താ പറയുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഓർഗനൈസേഷനിലായാലും സുപ്പീരിയേഴ്സ് പറയുന്നു, ഞങ്ങൾ കേൾക്കുന്നു, ആ ഒരു മനോഭാവമാണ് പലപ്പോഴും പല ആൾക്കാർക്കും ഉള്ളത്, അല്ലേ? അതേസമയം മറ്റുള്ളവരെ ലീഡ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം പലപ്പോഴും നമുക്ക് പേടിയാണ്, അല്ലേ? മറ്റുള്ളവരെ ലീഡ് ചെയ്യണം, കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറയുമ്പോൾ പേടിയും, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു. അത് ഉണ്ടാവാൻ പാടില്ല. നല്ലൊരു ലീഡർക്ക് വേണ്ട ട്രെയ്റ്റ് അല്ല അതെന്നാണ് പറയണത്. ലീഡർഷിപ്പ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയാണ്. ഹോണസ്റ്റി, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, ട്രസ്റ്റ് വർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം? ട്രസ്റ്റ് വർത്തി, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാനൊരു ലീഡറാവാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്നിൽ വിശ്വാസം വേണം. ആ ഒരു വിശ്വാസ യോഗ്യത, അതാണ് അതിൻ്റെ മലയാളം വാക്ക്. ആ ഒരു വിശ്വാസ യോഗ്യത എനിക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ ട്രസ്റ്റ് വർത്തി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നല്ല ലീഡറാവാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊരിക്കലും ആ ഒരു ഇതിലേക്ക്, ലീഡർഷിപ്പ് എന്ന് പറയുന്ന പൊസിഷനിലെ മറ്റുള്ളവരുടെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട് സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും നല്ലൊരു ലീഡർ ആവാനായിട്ട് സാധിക്കില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് കോൺഫിഡൻസ്, ബിലീഫ് ഇൻ വൺ സെൽഫ് ആസ് വെൽ ആസ് അതേഴ്സ്, ദെയർ ഐഡിയാസ് ആൻഡ് എബിലിറ്റി, അല്ലേ? ഒരു സെൽഫ് കോൺഫിഡൻസ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർക്കേ മറ്റുള്ളവരിൽ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, അതിന് സംശയമില്ല, അല്ലേ? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിലുള്ള നമുക്ക് തന്നെയുള്ള ഒരു വിശ്വാസം, നമ്മുടെ ഐഡിയാസിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, നമ്മളുടെ അറിവിൽ, ഇതിലൊക്കെയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്നിനും കൊള്ളില്ലാത്തവനാണ്, എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് കരുതുന്നവന് ഒരിക്കലും നല്ലൊരു ലീഡർ ആവാൻ സാധിക്കില്ല. ഞാൻ പറയുന്ന ഐഡിയാസ് വ്യക്തമാണ്, അത് നല്ലതാണ്, തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും എന്നുള്ളതാണെന്ന് കരുതുന്നവർക്ക് മാത്രമേ തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ആരുടെ? ലീഡറിൻ്റെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോഗ്നിറ്റീവ് എബിലിറ്റി. നമ്മൾ നേരത്തെ കണ്ടു ഇൻ്റലക്റ്റീവ് ക്യാരക്ടർ. ആ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി, കോഗ്നിറ്റീവ് മീൻസ് റിലേറ്റിംഗ് ടു ഇൻ്റലക്ച്വൽ ഓർ ഇൻ്റലിജൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം.
ആ ഒരു കൊഗ്നിറ്റീവ് എബിലിറ്റി തീർച്ചയായിട്ടും വളരെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ വ്യക്തതയോടുകൂടി നിരീക്ഷിക്കാനും അതിൽ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനും എന്നൊക്കെ പറയുന്നത് അതാണ് ഈ കൊഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത്. കേപ്പബിൾ ഓഫ് എക്സസൈസിങ് ഗുഡ് ജഡ്ജ്മെൻറ്റ്, സ്ട്രോങ് അനാലിറ്റിക്കൽ എബിലിറ്റീസ്, അനലൈസ് ചെയ്യാൻ വിശകലനം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി, ആൻഡ് കൺസെപ്ച്വലി സ്കിൽഡ്. അതിൻ്റെ കോൺസെപ്ച്വൽ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി, അതാണ് കൊഗ്നിറ്റീവ് എബിലിറ്റി. നെക്സ്റ്റ് വൺ നോളജ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള നോളജ്, അത് പ്രധാനപ്പെട്ടതാണ്. ചെയ്യുന്ന ബിസിനസ് ഏതാണ്, എവിടെയാണോ ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള മൊത്തമായിട്ടുള്ളൊരു നോളജ്, എങ്ങനെയാണ് എവിടെയൊക്കെ അത് അങ്ങനെയുള്ള ബിസിനസ്സുകൾ നടത്തപ്പെടുന്നു, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പുറം രാജ്യങ്ങളിലും എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അറിവ്. നോളജ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് അതർ ടെക്നിക്കൽ മാറ്റേഴ്സ്. ആൻഡ് ലൈക്ക് വൈസ് ഇമോഷണൽ മെച്യൂരിറ്റി ഷുഡ് ബി ദർ. ഇമോഷണൽ, ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും തളരുന്നവരായിരിക്കരുത് നല്ല ലീഡേഴ്സ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കരുത്, പെട്ടെന്ന് കരയുന്നവരായിരിക്കരുത് അല്ലേ. അപ്പോൾ എൻ്റെ അർത്ഥം ആ ഒരു ഇമോഷണൽ ബാലൻസ് അവർക്ക് ഇല്ല എന്നുള്ളതാണ്. സോ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി തീർച്ചയായിട്ടും വെൽ അഡ്ജസ്റ്റഡ്, ഡസ് നോട്ട് സഫർ ഫ്രം സിവിയർ സൈക്കോളജിക്കൽ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് മെൻ്റൽ ഡിസോർഡേഴ്സ് കാണിക്കുന്നവർക്ക് നല്ല ലീഡേഴ്സ് ആവാൻ സാധിക്കില്ല. ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. കറിസ്മ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. കറിസ്മ, അത് ഹി ഷുഡ് ഹാവ് ഓർ ദ ഗുഡ് ലീഡർ ഷുഡ് പൊസസ് ഗുഡ് കറിസ്മ ഓൾസോ. കറിസ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. ചില ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ നമുക്ക് തോന്നും, അയാളെ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് തോന്നും അല്ലേ. അതാണ് അങ്ങനെയുള്ളൊരു അട്രാക്റ്റീവ്. അയാളുടെ നടത്തത്തിലായിരിക്കാം, സംസാരത്തിലായിരിക്കാം, അയാളുടെ വാക്കുകളിലായിരിക്കാം, അയാളുടെ അപ്പിയറൻസ് ആയിരിക്കാം നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നത്. സോ ആ ഒരു കരിസ്മ ആൾക്കുണ്ടായിരിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് നല്ല ലീഡേഴ്സ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് കുറച്ച് ഗുഡ് ട്രെയ്റ്റ്സിനെ കുറിച്ചാണ്. ലീഡേഴ്സിന് വേണ്ട കോറായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ട്രെയ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. ഏതൊക്കെയായിരുന്നു? അച്ചീവ്മെൻറ്റ് ഡ്രൈവ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, സെൽഫ് കോൺഫിഡൻസ്, കോഗ്നിറ്റീവ് എബിലിറ്റി, knowledge of business, emotional maturity and others. Okay, so these are the various traits needed for a good leader, and then we have to study the strength or advantages at the same time, limitations or weaknesses of trait theory. At the same time there is an important model, transformational leadership model, which supports this trait theory. അപ്പോൾ ഇതും കൂടി ഇത്രയും കണ്ടൻറ്റും കൂടി നമുക്ക് ഈ ട്രെയ്റ്റ് തിയറിയിൽ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബിഹേവിയറൽ തിയറിയുടെ ഏറ്റവും അവസാനത്തെ ലിക്കേർട്ടിൻ്റെ മോഡലിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ട്രെയ്റ്റ് തിയറി ജസ്റ്റ് നമ്മൾ ബിഗിൻ ചെയ്തിട്ടുണ്ട്. ട്രെയ്റ്റ് തിയറിയുടെ മെയിൻ കോർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വീക്ക്നെസ്സും അഡ്വാൻറ്റേജസും മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, കാണാം. Until then, goodbye.